വളരെ പരിശുദ്ധമായ ദുൽഹിജ്ജ 7 നമ്മൾ ഇന്ന് സ്ഥിതി കൊള്ളുന്നത്. സൗദി അറേബ്യയിൽ ഇന്ന് ദുൽഹിജ്ജ 8. അതുകൊണ്ട് തന്നെ ഹാജിമാർ ഈ കൊല്ലം ഹജ്ജിന് പുറപ്പെട്ട് അവിടെ എത്തിയ മുഴുവൻ ഹാജിമാരും ദുൽഹിജ്ജ 8 ളുഹുർ നിസ്കാരത്തോടുകൂടെ മിനയിലെത്തുകയും ദുൽഹിജ്ജ 8 ളുഹുർ, അസർ, മഗ്രിബ്, ഇശ, ദുൽഹിജ്ജ 9 സുബൈ അഥവാ മറ്റന്നാൾ വെള്ളിയാഴ്ച വ്യാഴാഴ്ച സുബഹി നിസ്കാര ശേഷം അറഫയിലേക്ക് പുറപ്പെടുകയും, അതായത് ദുൽഹിജ്ജ 8 സൗദി അറേബ്യയിൽ ഇന്നാണ്. ഇന്ന് ഉച്ചയോടുകൂടെ ഹാജിമാര് മിനയിലെത്തുന്നു. നാളെ സുബൈക്ക് ശേഷം അവർ അറഫയിലേക്ക് പുറപ്പെടുന്നു. ളുഹുർ മുതൽ അവർ അറഫയിൽ ഇബാദത്തിൽ കഴിയുന്നു. പിന്നീട് അവർ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നു. ശേഷം അവർ ജംറയിൽ കല്ലെറിയുന്നു. അങ്ങനെ ഹജ്ജിന്റെ ഓരോ അമലുകളുമായി മുന്നേറുന്ന ഒരു സമയമാണിത്. അല്ലാഹു തആല ഈ വർഷം ഹജ്ജിന് അവസരം കിട്ടിയ മുഴുവൻ ആളുകൾക്കും മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ നിർവഹിച്ച് ആരോഗ്യത്തോടെ അവർ പോയ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്നാൽ നമുക്കിന്ന് ദുൽഹിജ്ജ 7. ഈ 7 ഒരു പ്രത്യേകത, ദുൽഹിജ്ജ 1 മുതൽ 10 പകലിനും രാത്രിക്കും വലിയ പുണ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ദുൽഹിജ്ജ 10 രാത്രികളെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ ഫജ്ർ ഇറക്കിയതായി കാണാം. യഥാർത്ഥത്തിൽ പരലോകത്ത് വിജയികളായ ആളുകൾക്ക് സന്തോഷ വാർത്ത, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷ വാർത്തയാണല്ലോ. അഥവാ നാളെ പാരത്രിക ലോകത്ത് മഹ്ശറയിൽ അങ്ങേയറ്റം ആ ബേജാറായി ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നരകത്തെ അവിടെ വലിച്ചു കൊണ്ടുവരപ്പെടുകയും ആ നരകത്തെ കണ്ട് ഭയവിഹ്വലരായ അവിശ്വാസികൾ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഞാൻ എന്റെ നാട്ടിലെ ജീവിതം ഇവിടേക്ക് വെച്ച് നീട്ടിവെച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും മുൻകരുതലുകൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വെറുതെ പറയുകയും ചെയ്യുന്ന ആ വിധി നിർണയത്തിന്റെ ദിവസമായ പാരത്രികമായ മഹ്ശറയിൽ സ്വർഗാവകാശികളോട് അല്ലാഹു തആല പറയുന്ന സന്തോഷ വാർത്തയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വളരെ സമാധാനത്തിൽ കഴിയുന്ന, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പോടുകൂടെ മനസ്സമാധാനത്തോടെ കഴിയുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടവരാണ്, അള്ളാഹു നിങ്ങളെയും തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് ഫദ്ഖുലി ഫീ ഇബാദി, സ്വർഗാവകാശികളായ അടിയാറുകൾ അണിനിരന്ന അണിയിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കുക. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറയുന്ന മഹത്തായ സന്ദേശമാണ് സൂറത്തു ഫജ്റിലുള്ളത്. ഈ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല ദുൽഹിജ്ജ 10 ആദ്യത്തെ രാത്രികൾ, ദുൽഹിജ്ജ ആദ്യത്തെ 10 രാത്രികൾ സത്യം ചെയ്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം അല്ലാഹു പറയുന്നത്. അതുപോലെ ധിക്കാരികളായ ആദ്, സമൂദ് ഗോത്രക്കാര്, ഫിർഔൻ, നമ്രൂദ് പോലുള്ള എല്ലാ സ്വയം അഹങ്കാരികളെയും നശിപ്പിച്ച കഥകളും ഈ സൂറത്തിന്റെ ആമുഖത്തിൽ അല്ലാഹു തആല പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഇറക്കിയ വൽ ഫജ്ർ വലയാലിൽ അശ്ർ എന്ന ഈ സൂറം തുടങ്ങുന്നത് തന്നെ വൽ ഫജ്ർ പ്രഭാതത്തെയാണ് സത്യം, വലയാലിൽ അശ്ർ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികളും വളരെ ശ്രേഷ്ഠമുള്ളതാണ്, വളരെ പുണ്യമുള്ളതാണ്. അതുപോലെ പകലും അങ്ങനെ തന്നെയാണ്. അതിനു പുറമെ ദുൽഹിജ്ജ 7 പ്രത്യേകിച്ച് നമ്മൾ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ചരിത്ര സംഭവം ഉണ്ടായ ദിവസം ദുൽഹിജ്ജ 7. ആ ചരിത്ര ശകലങ്ങളിൽ നിന്ന് അല്പം മാത്രം ഈ സമയത്ത് നിങ്ങളോട് പറയാനാണ് ഞാൻ ലൈവിൽ വന്നിട്ടുള്ളത്. ഹിജറ 1128 ദുൽഹിജ്ജ മാസം 7
ആ സംഭവം നടന്നത്. അതായത് ബിംബനൂരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഒമാനിൽ എന്ന കാർഷിക നഗരം, കാർഷിക ഗ്രാമം, അവിടെ അന്ന് അറിയപ്പെട്ട ഒരു കുടുംബം, മുസ്ലിം കുടുംബം എന്ന് പറയാനുണ്ടായിരുന്നത് അവിടെ ചെറുതോടിൽ പുരയിൽ അലി ഹസൻ തറവാട്ടിലെ കുഞ്ഞാലിയും അദ്ദേഹത്തിന്റെ പെങ്ങളുടെ 2 മക്കളായ മൊയ്തീനും കുഞ്ഞിമരക്കാരും മാത്രമായിരുന്നു. മഹാഭൂരിപക്ഷം ജനങ്ങളും നായാടി സമുദായം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തിലെ ഒരു മതവിഭാഗമാണ് നായാടി സമൂഹം. അവർക്കായിരുന്നു അവിടെ ഭൂരിപക്ഷം. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ചെറുതോടിൽ പുരയിൽ അലി ഹസൻ തറവാട്ടിലെ കുഞ്ഞാലി അവിടെ പ്രസിദ്ധനായിരുന്നു, പൗരപ്രമുഖനായിരുന്നു. എല്ലാ രംഗങ്ങളിലും ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുവാൻ തികഞ്ഞ കഴിവുള്ള മാധ്യസ്ഥനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് നമുക്കറിയാലോ, ഇത് ഹിജറ 1128 എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് കുമാരനാശം വിശേഷിപ്പിച്ച പോലെ ഹൈന്ദവ മതക്കാരുള്ള ജാതീയതയും അവരിലുള്ള ഈ ബഹിഷ്കരണങ്ങളും ഊരുവിലക്കുകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹിന്ദു സമുദായത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങളെല്ലാം കുഞ്ഞാലിയെ ഒരു അത്താണിയായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബിംബനൂർ എന്ന ഒമാനൂരിൽ ഈ ഭൂരിപക്ഷം മറ്റു സമുദായം ആണെങ്കിലും അവിടെ ഈ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതരായി തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അവരെല്ലാം പൗരപ്രമുഖനായി കണ്ടിരുന്ന ആളാണ് ചെറുതോടിൽ പുരയിൽ അലി ഹസൻ തറവാട്ടിലെ കുഞ്ഞാലി എന്ന മഹാനായ ആ മുസ്ലിം സഹോദരനെ. ആ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതെന്താണ് സംഭവം? തിരൂർ പ്രദേശത്ത് ഒരു നായർ തറവാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അതേ സമുദായത്തിലെ ഒരു യുവതിയെ ലൈംഗികമായ, അതായത് അനധികൃതമായി, നിയമപരമല്ലാത്ത രൂപത്തിൽ ലൈംഗികമായ ആവശ്യത്തിന് ഉപയോഗിച്ചൊരു വിഷയമുണ്ടായി തിരൂരിൽ. അതിന്റെ പേരിൽ അവര് ഈ ചെറുപ്പക്കാരനെ ബഹിഷ്കരിക്കുകയും അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഗത്യന്തരമില്ലാതെ നാടുവിടുകയും ചെയ്തു. ഇതൊന്നും ഇപ്പൊ നമ്മുടെ എത്രയോ ദൂരം, തിരൂരും ഒമാനൂരും എത്രയോ ദൂരമുണ്ടല്ലോ. ഇത് നമുക്ക് കുഞ്ഞാലിക്കറിയില്ല. ഒരു നായർ ചെറുപ്പക്കാരൻ അവർ ജോലി അന്വേഷിച്ചോളൂ. കുഞ്ഞാലി നല്ല കർഷകനാണ്, നല്ല പറമ്പുണ്ട്, തോട്ടമുണ്ട്, അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളുണ്ട്. അവിടെ ഒരാൾ ജോലി അന്വേഷിച്ച് വന്നാൽ അദ്ദേഹം സ്വാഭാവികമായും മതവും ജാതിയും ഒന്നും നോക്കാതെ ജോലി കൊടുക്കുമല്ലോ. അങ്ങനെ ജോലി ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്നൊരു മോശപ്പെട്ട സ്വഭാവങ്ങളൊന്നും കുഞ്ഞാലിക്ക് അനുഭവപ്പെട്ടതുമില്ല. ആ ഇടക്കാണ് വലിയ വാർത്ത വരുന്നത്, തിരൂരിൽ നിന്ന് ബഹിഷ്കൃതനായ ഊരുവിലക്കേർപ്പെടുത്തിയ ചെറുപ്പക്കാരനാണ് തന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നത് എന്ന്. ഒട്ടും വൈകിയില്ല, തിരൂരിലെ ഏതാനും നാട്ടുപ്രമാണിമാരായ നായന്മാര് കുഞ്ഞാലിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ ഊരുവിലക്ക് ഏർപ്പെടുത്തി ഞങ്ങളെ നാട് വിട്ടു പോന്ന ഇയാൾക്ക് നിങ്ങൾ ഇവിടെ ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞാലി പറഞ്ഞു, അയാളിപ്പോ ഇവിടെ നല്ല എനിക്ക് ജോലി ചെയ്യുന്നു, കാര്യമായ പ്രശ്നങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തിന് കണ്ടില്ല. മാത്രം ഞാൻ അദ്ദേഹത്തിന് അഭയം നൽകിയിട്ടുണ്ട്. ഞങ്ങളെ മതത്തിൽ അഭയം നൽകിയ പിന്നെ അവരെ വിട്ടുകൊടുക്കാൻ പറ്റൂല, അത് ചതിയും വഞ്ചനയുമാണ്, അതുകൊണ്ട് അതിന് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തൽക്കാലം പിരിഞ്ഞു പോയെങ്കിലും അവർ പിന്നീട് വന്ന് ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുകയുണ്ടായി. അതൊന്നും മുസ്ലിങ്ങൾ ഒരു നായരെ കൊല്ലല്ല ഉണ്ടായത്. നായർ സമുദായത്തിൽപ്പെട്ട ഈ ചെറുപ്പക്കാരനെ അതേ സമുദായക്കാർ തന്നെ വന്ന് ഈ അന്യനാട്ടിൽ വന്ന് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതൊരു ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പോയെങ്കിലും അവരൊരു തിരൂരുകാരാണ്. ഇവിടെ അവരുടെ ബന്ധത്തിൽ നിന്നുള്ള ആളുകളില്ല, ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായില്ല. എങ്കിലും വളരെ ദുഃഖിതനായി കുഞ്ഞാലി. എന്തായിരിക്കും ഈ മനുഷ്യന്മാർക്ക് ഇത്ര വർഗീയത, ഇത്രയും എന്താണ് ഈ മനുഷ്യന്മാർ തമ്മിൽ വെറുപ്പ്? എന്തൊരു തെറ്റ് ചെയ്താലും അതിനൊക്കെ നിയമമില്ലേ, നാട്ടിൽ നിയമമില്ലേ, എന്തിനാണ് അദ്ദേഹത്തെ ഇവിടെ വന്ന് കൊന്നത് എന്നൊക്കെ പ്രശ്നമുണ്ടായിരുന്നെങ്കിലും അതിന്റെ പേരിൽ ഒരു സംഘർഷമോ മറ്റോ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഇടക്കാണ് മറ്റൊരു സംഭവം തൊട്ടടുത്തെന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ചെറുപ്പക്കടുത്ത പാലായി എന്ന സ്ഥലം, ആ സ്ഥലം പള്ളിക്കുന്ന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പാലായില് അവിടുത്തെ നാട്ടുമുഖ്യനായ കരുണാകരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ കരുണാകരൻ നമ്പൂതിരിയുടെ പെങ്ങള് അമ്മാളു ഹരീമ എന്ന് പേര് സ്വീകരിച്ച് മുസ്ലിമായി. പിന്നീട് ആ സഹോദരിയെ ഇല്ലത്ത് അബ്ദുറഹ്മാൻ വിവാഹം ചെയ്തു. ഇത് കരുണാകരൻ നായർ അദ്ദേഹത്തിനെ പ്രകോപിതനാക്കുകയും അവിടുത്തെ ഭൂരിപക്ഷ സമുദായക്കാരെ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് സംഘടിപ്പിക്കുകയും ചെയ്തു.
പ്രത്യേകിച്ച് അച്യുതൻ, കുഞ്ഞുണ്ണി, സുപ്രൻ, കൃഷ്ണൻ പോലുള്ള കൊന്നുണ്ണി ഒക്കെ അന്നത്തെ പേരാണ്. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കേൾക്കുന്നുണ്ട്. ഇവരെ പ്രകോപിതരാക്കാനുമാണല്ലോ നേതൃസംഘം. അത് ഒന്ന് ഈ കരുണാകരൻ നമ്പൂര്യന്, 2 അച്യുതൻ, 3 കൊന്നുണ്ണി, 4 സുപ്രൻ, 5 കൃഷ്ണൻ, 6 കുഞ്ഞുണ്ണി, ഇവരൊക്കെ നേതൃത്വത്തിലുള്ള ചില വർഗീയ ഫാസിസ്റ്റുകൾ ഇതൊരു വിഷയമാക്കി എടുക്കുകയും ഈ അമ്മാളു എന്ന ഈ സഹോദരി അഥവാ കരുണാകരൻ നമ്പൂതിരി സഹോദരി അവർ ബലമായി പിടിച്ചുകൊണ്ട്, അപ്പോഴേക്ക് അന്ന് ഈ സമുദായത്തിനൊന്നും മാറി മറക്കാൻ പാടില്ലല്ലോ പെണ്ണുങ്ങൾ. അവരെ മലയും പരിസരവും ഒക്കെ പുറത്ത് എല്ലാവർക്കും നിർബാധം കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോഴല്ലേ ശരിയായ ഹിന്ദുക്കളാവുള്ളൂ. അന്നത്തെ ഒരു വിശ്വാസം, ഒരു ആചാരം അങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ വായിച്ച വിവരം പറയാൻ. ഏതായാലും ഈ അമ്മാളുവിനെ എന്ന ഇവരെന്ത് ചെയ്ത് ഇല്ലത്ത് അബ്ദുറഹ്മാനിൽ നിന്ന് വേർപ്പെടുത്തി തിരിച്ച് അവരെ കൂടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അതും അവിടെ ഒരു മതസംഘർഷം വരാതിരിക്കാൻ മുസ്ലിങ്ങൾ വളരെ ക്ഷമയോടുകൂടെ നീങ്ങി. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ അമ്മാളുവിന്റെ സഹോദരനായ കരുണാകരൻ നമ്പൂതിരി, അയാള് നേരത്തെ ഞാൻ പറഞ്ഞ അച്യുതൻ, കൊന്നുണ്ണി, സുപ്രൻ, കൃഷ്ണൻ, കുഞ്ഞുണ്ണി പോലുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുരാജാവിന്റെ അടുത്ത് ചെന്ന്, അയാൾ ഈ വർഗീയവാദികൾക്ക് അനുകൂലമായ നിലപാടുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കര ചാർജ് ഷീറ്റ് കൊടുത്തു. അവര് ഈ നാടുവായി എന്ത് ചെയ്തു, സാമൂതിരി രാജാവിന്റെ സഹായം തേടിക്കൊണ്ട് ഒരു സംഭാഷണമൊക്കെ നടത്തിയെങ്കിലും മുസ്ലിം സമുദായം ഒരിക്കലും അക്രമത്തിലേക്ക് പോകാറില്ല, അവർ അനാവശ്യങ്ങൾ ചെയ്യാറില്ല എന്ന് തന്റെ സേനാനായകന്മാരിൽ നിന്ന് എന്നെ ഉൾക്കൊണ്ട കുഞ്ഞാലി മരക്കാരെ പോലുള്ള വലിയ മുൻഗാമികളെയൊക്കെ കണ്ട് പരിചയമുള്ള സാമൂതിരി ഈ നാട്ടുരാജാവിന്റെ ഈ ഏശനിയിൽ അയാൾ വശംവദരായില്ല. അങ്ങനെ ആ പിന്തുണ നഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും ഈ നാടുരാജാവ് എന്ത് ചെയ്തു, അദ്ദേഹം ഈ അമ്മാളു എന്ന ഈ പെണ്ണ് സ്വയം മുസ്ലിമായതാണ്. അങ്ങനെ പിന്നീടാണ് ഇല്ലത്ത് അബ്ദുറഹ്മാൻ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് ഇത് ഒരു മതദ്രോഹമായി കണ്ട് ഒരു വർഗീയമായ ഒരു വിഷയങ്ങളാക്കി ഈ പെണ്ണിനെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി അവരെ മറിച്ച വസ്ത്രങ്ങളൊക്കെ പിച്ചു ചീന്തി അവരെ മതത്തിൽ ചായ മുക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ അതുകൊണ്ട് ആ വിഷയം തീർന്നില്ല. ഈ നാടുമായി പ്രഖ്യാപിച്ചു 37 ചതുരശ്ര നായികയിൽ ഇനി എന്ത് പാടില്ല, മുസ്ലിങ്ങൾ പാടില്ല. അപ്പൊ അത് ആ 32 ചതുരശ്ര നായിക എന്ന് പറഞ്ഞതിൽ ഈ ഓമാനൂർ പെടും. ആ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഈ നിരന്തരം ഇവർ പ്രശ്നമുണ്ടാക്കുകയാണ്, എങ്ങനെങ്കിലും മുസ്ലിങ്ങളെ വിടുന്ന് നശിപ്പിക്കണേ എന്ന നിലക്ക്. ഒരിക്കൽ എന്ത് ചെയ്തു, സുബൈ സമയത്ത് മുസ്ലിം പള്ളികളിൽ വന്നു നോക്കുമ്പോൾ പന്നിയുടെ തല, മല്ലാക്ക വാങ്ങിക്കൊടുക്കാൻ സുബൈക്ക് വരുമല്ലോ, ആ സമയത്ത് പാലായി ചെറുപ്പ പാലായി ഇന്ന് പള്ളിക്കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ജുമാഅത്ത് പള്ളിയുടെ മുന്നിൽ പന്നിയുടെ തല വേർപ്പെട്ട നിലയിൽ പള്ളിയുടെ ഹൗദുങ്കരയിൽ. പക്ഷെ മുസ്ലിങ്ങൾ അതിന് വിഷയാക്കിയില്ല. ആരെങ്കിലും തെമ്മാളികൾ ചെയ്ത ഹീന വൃത്തിയായിരിക്കും, നമ്മളത് വിഷയാക്കണ്ടെന്ന് പറഞ്ഞ് ആ പന്നിയുടെ വേർപ്പെട്ട തലയെടുത്ത് അവർ കുഴിച്ചു മൂടി. അപ്പൊ വിചാരിച്ച മാതിരി മുസ്ലിങ്ങൾ പ്രകോപിതരായില്ല. 2% ഒന്ന്, അവരെ മതത്തിൽ ചേർന്ന അമ്മാളുവിനെ ബലമായി പിടിച്ചു കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങൾ തിരിച്ചടിക്കൊന്നും വന്നില്ല. ഇപ്പൊ അവരുടെ പള്ളിയുടെ മുന്നിൽ, പള്ളിയുടെ ഹൗദുങ്കരയില് ഈ പന്നിയെ കൊന്നിട്ട് അതിന്റെ ശവത്തിൽ നിന്ന് ആ തല വേർപ്പെടുത്തി ഹൗദുങ്കരയിൽ നിക്ഷേപിച്ചിട്ട് മുസ്ലിങ്ങൾ പ്രകോപിതരായില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ഇവരുടെ അമ്മ എന്നോ ദൈവമെന്നോ ദൈവത്തിന്റെ അമ്മ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. ആരാന്ന് നമുക്ക് അറിയില്ല, നമുക്ക് കേൾവിയാണ്. നമ്മൾ ആ മതത്തെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ മതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഈ വർഗീയത ഉള്ള ആളുകൾ എന്തൊക്കെയോ പറയാൻ. ഏതായാലും നമ്മൾ നമ്മുടെ VS അച്യുതാൻ ചോദിച്ചില്ലേ, പിന്നെ ദൈവത്തിന്റെ അമ്മയാണ് പശുവെങ്കിൽ ദൈവത്തിന്റെ അച്ഛൻ മൂരിയാണോ എന്ന് ചോദിച്ചില്ലേ, അതൊന്നും നമ്മൾ ചോദിക്കണില്ല. നമ്മൾ ഒരു ആരാധ്യ വസ്തുക്കളെയും ചീത്ത പറയാൻ പാടില്ല എന്ന പക്ഷത്താണ് നമ്മളുള്ളത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഇവർ ചെയ്തത് ആദ്യം പന്നിയെ കൊന്നുകൊണ്ട് അതിന്റെ തല വേർപ്പെടുത്തി മുസ്ലിം പള്ളിയിൽ കൊണ്ടുവന്നിട്ട് മുസ്ലിങ്ങൾ പ്രകോപിതരാകുന്നില്ല എന്ന് കണ്ടപ്പോ ഇവർ പശുവിനെ കൊന്നു. അതാണ് ഞാൻ അവരെ പറഞ്ഞ അവര് ദൈവത്തിന് തുല്യമായി കാണുന്ന പശു. ആ പശുവിനെ അവർ കൊന്നിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചു. അവിടെ സ്വാഭാവികമായും ഈ വർഗീയവാദികൾക്ക് പിന്തുണ കിട്ടി. ഇതന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്, ഇപ്പൊ എവിടെ എത്തി, നമ്മളെ സഹോദരിയെ മതം മാറ്റി നമ്മൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ഇപ്പൊ ഇവര് നമ്മളെ പള്ളികൾ എന്താണ് മലിനപ്പെടുത്തുകയാണ്, പശുവിനെ കൊന്ന് അതിന് അവശിഷ്ടം നിക്ഷേപിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കത്തിൽ എന്തായി, എല്ലാ ഈ ഹൈന്ദവ ഫാസിസ്റ്റുകളും ഒറ്റ
ഒറ്റക്കെട്ടായി നാടുവഴി അതിന് ചൂട്ടുപിടിച്ചു. അങ്ങനെ എന്തായത് പാലായി പള്ളി അഗ്നിക്കിരയായി അർദ്ധരാത്രി. ഈ വിവരം അറിഞ്ഞപ്പോ നമ്മളെ ചെറുതോടിൽപുരയിലെ അലിയസൻ തറവാട്ടിലെ കുഞ്ഞാലി എന്ത് ചെയ്തു? പിന്നെ നാട്ടുകാരനവരാണ്. ഒരു പള്ളി പിന്നെ അഗ്നിക്കിരയാക്കപ്പെട്ടു എന്ന് കേട്ടാൽ സ്വാഭാവികമായിട്ട് ഇത് കാണാൻ വരൂലേ. ഇപ്പൊ കൂരിയാട് ആ നടപ്പാതയും അതുപോലെ ദേശീയപാതയുടെ ചുമരുകളും ഒക്കെ ഭിത്തികളും ഒക്കെ പൊളിഞ്ഞുചാടി എന്ന് കേട്ടപ്പോ എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ടല്ലേ അവിടെ ആയിരങ്ങൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. അത് മനുഷ്യ സാഹചര്യമാണ്. അതുപോലെ കുഞ്ഞാലി എന്ത് ചെയ്തു? പാലായി പിന്നെ പള്ളി അഗ്നിക്കിരയാക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ അത് കാണാൻ പോയി. അത് കണ്ട് അദ്ദേഹം അവിടെ ഒന്നും ചെയ്തില്ല, അത് കണ്ടു പോന്നു. പക്ഷേ ഈ ഹൈന്ദവ ഫാസിസ്റ്റുകൾ എന്ത് ചെയ്തു എന്നോ, ആ കുഞ്ഞാലി പിന്നെ ഒമാനൂരിൽ നിന്ന് ഇത് വന്നു കണ്ടു. അപ്പൊ അവരിതിന് ലക്ഷ്യം മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ നാടുവായി തമ്പുരാന്റെ പ്രഖ്യാപനം വന്നത്. ഈ പാലായി മുതൽ 32 നായിക ഉള്ള ചുറ്റളവിൽ ഒരൊറ്റ മുസ്ലിമിനും താമസിപ്പിക്കാൻ പാടില്ല. ഇവിടെയാണെങ്കിൽ ഈ 32 നായിക ചതുരശ്ര അടി എന്ന് ഈ നാടുവായി പ്രഖ്യാപിച്ചത് ഒമാനൂർ പെടും. ഒമാനൂരാണെങ്കിൽ ചെറുതോടിൽപുരയിൽ അലിയസൻ തറവാട്ടിലെ കുഞ്ഞാലിയും അദ്ദേഹത്തിന്റെ പെങ്ങന്മാരെ 2 ആൺകുട്ടികളുണ്ട്. ഒന്ന് കുഞ്ഞു മൊയ്തീനും മറ്റൊന്ന് കുഞ്ഞു മരക്കാരുമാണ്. മൊയ്തീനും മരക്കാരുമാണ്. മരക്കാരെ വയസ്സ്, കുഞ്ഞു മരക്കാർക്ക് അത് 15 വയസ്സ് പ്രായമുള്ളൂ. ഇവരെന്തു ചെയ്യും? ഈ 32 ചതുരശ്ര നായികയിൽ ഒരൊറ്റ മുസ്ലിങ്ങളും പാടില്ല എന്ന ഇവരുടെ ഈ പിന്നെ ഫാസിസ്റ്റുകളുടെ പ്രഖ്യാപനം കേട്ടപ്പോ കുഞ്ഞാലി സാഹിബ് എന്തു ചെയ്തു? അപ്പൊ ഇനി ഏത് സമയത്ത് ഇവര് ഇനി ഇവിടെ അക്രമവുമായിട്ട് വരുമെന്ന് കണ്ടപ്പോ അദ്ദേഹം ഒന്നുകൂടെ കാത്തുനിന്നു. എന്ത് അക്രമം വന്നാലും അള്ളാഹുവിൽ തവക്കുലാക്കി തടയുക. മുസ്ലിമിനോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? നിങ്ങൾ ശത്രുവിനെ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല എന്ന്. അതേ സമയത്ത് യാതൊരു കാരണവും കൂടാതെ ശത്രു നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെറുത്തു നിൽക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അങ്ങനെ ചെറുത്തു നിൽക്കാനും കൽപ്പന ഉണ്ടായിരുന്നില്ല. പിന്നീട് നോക്കൂ, 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ട രൂപത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടും കഷ്ടപ്പെടേണ്ടി വന്നിട്ടും ഒരക്രമത്തിന് അവിടുന്ന് അങ്ങോട്ട് പോയില്ല. അതുപോലെ തന്നെ പിന്നെ നിരപരാധികളായ നിരവധി മുസ്ലിങ്ങളെ മക്കക്കാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനൊന്നും രക്തത്തിന്റെ വില ചോദിച്ചുകൊണ്ട് റസൂലുള്ള പോയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നിയമം വന്നില്ല. പിന്നീട് ഇവര് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാട് വിട്ട് മദീനയിലേക്ക് പോവുകയാണ് ചെയ്തത്. മദീനയിലേക്ക് പോയപ്പോ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നും അക്രമം നടത്തുന്ന ഈ അവിശ്വാസികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിയമം കൊണ്ടുവരുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എന്റെ റബ്ബ് അള്ളയാണ് എന്ന് ആ മുസ്ലിങ്ങൾ പറഞ്ഞു. ആ ഒരൊറ്റ കാരണത്താണ് സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പറഞ്ഞയച്ചത്. അപ്പൊ നിങ്ങൾ നോക്കൂ, വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഒരു ഭയങ്കര കേസ് തന്നെയാണ്. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചടിക്കാൻ വേണ്ടി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകിയതും അങ്ങനെ ബദർ യുദ്ധം നടന്നതുമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്ക് ഈ ചരിത്രമൊക്കെ അറിയുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി അക്രമം നടത്താൻ പാടില്ല. പക്ഷെ അവർ ഇവിടെ വന്ന് അക്രമം നടത്തിയാൽ തടയാൻ നമ്മുടെ ബാധ്യതയാണ്. ഇതൊരു പുണ്യപ്രവർത്തനമാണെന്ന് നിലക്ക് അദ്ദേഹം ഒന്നോടുകൂടെ അദ്ദേഹം വീട്ടിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ് ചെയ്തത്. ആ സമയത്താണ് തന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വന്നുകൊണ്ട് പറയുന്നത്, ഇതാ ആളുകൾ കാട്ടുതീ പോലെ അങ്ങയുടെ വീട് ലക്ഷ്യം വെച്ച് വരുന്നുണ്ട്. ആ സമയത്തും ഒന്നോടുകൂടെ അള്ളാഹുവിന് വേണ്ടി ദുആയിൽ മുഴുകുകയാണ് കുഞ്ഞാലി സാഹിബ് ചെയ്തത്. പക്ഷെ ഒട്ടും അവർ സമയം കൊടുത്തില്ല. ശത്രുക്കൾ വീട് വളഞ്ഞു എന്ന് മാത്രമല്ല, കുഞ്ഞാലിയുടെ വീട് ഇവർ അഗ്നിക്കരയാക്കി. നോക്കൂ, സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയതാണ് ബദർ യുദ്ധം ചെയ്യാനുള്ള അനുവാദം കിട്ടാൻ കാരണമെങ്കിൽ കുഞ്ഞാലിയുടെ കുടുംബസമേതം താമസിക്കുന്ന വീട് ഇവർ അഗ്നിക്കരയാക്കി. അതുകൊണ്ട് തന്നെ കുഞ്ഞാലി ഞാൻ ഒറ്റക്കൊള്ളൂ, അല്ലെങ്കിൽ എന്റെ പെങ്ങളെ മകൻ മൊയ്തീനും അവരുടെ മറ്റൊരു അനുജനായ കുഞ്ഞിപ്പോക്കരും മാത്രമേ കൂടെ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കാതെ കുഞ്ഞിപ്പോക്കരോട് ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനാണ് പറയുന്നത്. മോൻ ചെറുപ്പക്കുട്ടിയാണ്, മോൻ ഇമ്മാതിരി വിഷയത്തിൽ നിന്ന് ഇടപെടേണ്ട. പക്ഷേ വയസ്സ് നോക്കിയിട്ടല്ല ദീനി പ്രവർത്തനം നടത്തേണ്ടത്. അള്ളാഹു തന്ന ആയുസ് അവന്റെ ദീനിനെ ഉപയോഗപ്പെടുത്തുക എന്നത് ബാധ്യതയാണ്. അതുകൊണ്ട് എന്റെ ബഹുമാന്യനായ അമ്മാവൻ എന്നെ തടയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അത് സമ്മതിച്ച് ഈ 3 പേര് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ആ സമയത്താണ് കുഞ്ഞാലിയുടെ വീട് വളയുകയും അത് അഗ്നിക്കിരയാക്കുകയും ചെയ്തത്.
ഉള്ള ആ ഈമാനികമായ ആവേശമുണ്ടല്ലോ, അത് തന്നെയാണ് എമ്പാടും അവർക്കുള്ളത്. ആ ഈമാനിക ആവേശവുമായി ഈ അവിശ്വാസികൾക്കെതിരെ അവർ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ആ പോരാട്ടത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് എന്താണ്? ശത്രുക്കൾ തുന്നൻ ഭിന്നമായി, അതായത് ചിന്ന ഭിന്നമായി അവർ ഓടുകയാണ് ചെയ്തത്. എന്നാൽ കുഞ്ഞാലിക്കറിയാം ഇവരത് വെറുതെ ഒന്നും തിരിച്ചു പോകൂല. വിചാരിച്ച മാതിരി തന്നെ പിന്നെ ഇവര് കുഞ്ഞാലി നമ്മുടെ കുഞ്ഞു മൊയ്തീന്റെ വീടാണ് പിന്നെ ഇവർ വളയുന്നത്. ആ വീട് വളഞ്ഞ് അവിടെയും ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ എന്തായി? മൊയ്തീൻ കൊല ചെയ്യപ്പെട്ടു. അത് അദ്ദേഹത്തെ അമ്പ ചെയ്തുകൊണ്ടാണ് ഇവർ വീഴ്ത്തിയത് എന്ന്. അത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാരോ അല്ലെങ്കിൽ കുഞ്ഞാലി സാഹിബോ ഒരിക്കലും പിറകോട്ട് പോകാതെ അവർ അതിശക്തമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൽ അവിശ്വാസികൾക്ക് വലിയ ആൾനാശം വന്നു. അവർ തോറ്റോടി. പക്ഷെ തോറ്റോടിയെങ്കിലും അതിൽ ഒരാൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഒളിഞ്ഞു നിന്ന് വെടിവെച്ചു. അങ്ങനെ അദ്ദേഹവും രക്തസാക്ഷിയായി. ഇപ്പോൾ ഇനി 15 വയസ്സ് പ്രായം മാത്രമുള്ള പെങ്ങളുടെ ചെറിയ മകൻ കുഞ്ഞുമരക്കാർ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ കുഞ്ഞുമരക്കാരും ഈമാനിൽ സ്പിരിറ്റാൽ വാർക്കപ്പെട്ട ആളെന്ന നിലയിൽ, അങ്ങേയറ്റത്തെ ഈമാനുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കുകയും ആ തിരിച്ചേറ്റത്തിൽ അവിശ്വാസികൾ ഒന്നടങ്കം പരാജയപ്പെട്ടെങ്കിലും ആരോ എഴുതുവിട്ട അമ്പ് കൊണ്ട് ബഹുമാനപ്പെട്ട ഈ 15 വയസ്സുകാരനായ കുഞ്ഞുമരക്കാരൻ രക്തസാക്ഷിയായി. പിന്നീട് നിങ്ങൾ നോക്കൂ, അന്ന് ഈ ഒമാനൂരിൽ ആകെ ഈ പറയപ്പെട്ട നമ്മളെ ചെറുതോടിൽ പുരയിൽ അലിഹസൻ തറവാട്ടിലെ കുഞ്ഞാലിയും പെങ്ങന്മാരെ മക്കളായ ഈ മൊയ്തീനും കുഞ്ഞുമരക്കാരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 3 പേരും കൊല ചെയ്യപ്പെട്ടു. പിന്നീട് എങ്ങനെ ഒമാനൂര് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറിയത്? അവിടുത്തെ ജനങ്ങളിൽ ഇതെന്തായി? പരിവർത്തനത്തിന് കാരണമായി, മാനസാന്തരമുണ്ടായി. എന്തിനാണ് ഇവരെ കൊല ചെയ്യപ്പെട്ടത് എന്ന ചോദ്യം ഉണ്ടായി. ഇവരെ വീട് എന്തിന് അഗ്നിക്കരയാക്കപ്പെട്ടു എന്ന ചിന്തയുണ്ടായി. ആ ചിന്തയെ തുടർന്ന് അവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഇവർ മരണപ്പെട്ടു എങ്കിലും ഇവരെ വഴിയിലേക്ക് വരികയാണ് ചെയ്തത്. അതാണ് ഒരു പ്രവർത്തകന്റെ ലക്ഷ്യം. എപ്പോഴും ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ എന്ത് നേടുന്നു എന്നല്ല, എന്റെ ആശയക്കാരായ പിൻഗാമികൾക്കും അതുകൊണ്ട് എന്തു കിട്ടണം എന്ന ചിന്തയാണ് ഒരു പ്രവർത്തകൻ ഉണ്ടാകേണ്ടത്. അതാണ് ഇവിടെ ഈ ബഹുമാന്യരായ ചെറുതോടിൽ അലിഹസൻ തറവാട്ടിലെ കുഞ്ഞാലിയും അദ്ദേഹത്തിന്റെ പെങ്ങന്മാരെ 2 മക്കളായ മൊയ്തീനും കുഞ്ഞിപ്പോക്കലും തെളിയിച്ചത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ പിന്നീട് ഇന്നത്തെ വാട്സപ്പും മൊബൈലൊന്നും ഇല്ലല്ലോ. ഏതായാലും വളരെ വൈകി അരീക്കോട് അതുപോലെ എടവണ്ണപ്പാറ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ വാർത്ത എത്തി. അവരെല്ലാം ഓടി വന്നപ്പോഴേക്കും ശത്രുക്കൾ അവർ തടിയെടുത്തിരുന്നു. അന്നാണെങ്കിൽ ബിംബനൂർ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഒമാനൂർ പള്ളിയില്ല, ഖബർസ്ഥാനില്ല. അതുകൊണ്ട് തന്നെ പല നാട്ടുകാരും ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഈ മഹാന്മാരെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവസാനം നറുക്ക് കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിലേക്കാണ് കിട്ടിയത്. നോക്കൂ, കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളി, കൊണ്ടോട്ടി മെയിൻ റോഡിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറണം. ആ സ്റ്റെപ്പ് കയറി എത്തുന്നത് ഇവരുടെ മക്ബറയിലാണ്. അതിന് മേൽപ്പറയില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? ആ നാട്ടുകാർ പറയുന്നത് മേൽപ്പോല എന്ത് കെട്ടിയാലും അത് കാറ്റിന് പറന്നു പോകുകയാണ്. അപ്പൊ ആ മഹാന്മാർക്ക് അത് ഇഷ്ടമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് എന്ത് നേർച്ച വഴിപാടുകൾ നടത്തിയാലും അതിന്റെ പ്രതിഫലം കിട്ടുന്നു എന്നതും ഒരു നിത്യസംഭവമാണ്. ഏതായാലും നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ മക്കൾക്ക് നമ്മുടെ സഹോദരന്മാരായ മുൻഗാമികൾ അവർ ആദർശത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ദിനമാണ് ദുൽഹിജ്ജ 7. സ്വന്തം ജീവൻ ത്യജിച്ച ദിനമാണ് ദുൽഹിജ്ജ 7. നമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ പേരക്കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഡ്രസ്സുകൾ വാങ്ങാനും മറ്റുമുള്ള ശ്രദ്ധയിലാണ്. ഇപ്പൊ ആ ചർച്ചയിലും പണം സമ്പാദിക്കലുമാണ്. ഇവർക്കുണ്ട്, കുഞ്ഞാലിക്കും അതുപോലെ മൊയ്തീനും കുഞ്ഞുമരക്കാർക്കും ഈ നിലക്കുള്ള മോഹങ്ങളൊക്കെ ഉണ്ട്. അവരെ ഉമ്മക്കും അവരെ വാപ്പക്കും അവരെ കൂട്ടുകുടുംബാദികൾക്ക് ഈ മോഹമുണ്ട്. പക്ഷേ അതിനവർക്ക് അവധി ഉണ്ടായില്ല. എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹു തആല കണക്കാക്കിയ അവസരം എത്തിയാൽ ഒരു നിമിഷവും അല്ലാഹു തആല പിന്തിക്കുകയില്ല എന്ന ഖുർആൻ അന്വർത്ഥമാക്കിക്കൊണ്ട് പെരുന്നാളിന് കാത്തു നിൽക്കാതെ ദുൽഹിജ്ജ അസറോടുകൂടെ ഈ 3 മഹാന്മാരും ലോകത്തോട് വിട പറയുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു പരിശുദ്ധമായ ദിവസത്തിലാണ് നമ്മൾ ഇന്ന്. അതുകൊണ്ട് എല്ലാവരും
ഇന്ന് ഇശാമഗ്‌രിബിന്റെ ഇടയിൽ സൂറത്ത് മുൽക്കൊക്കെ ഓതിയ ശേഷം ഈ മഹാന്മാരെ സ്മരിക്കണം. കൂട്ടുകാർ കുടുംബക്കാർ ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ മഹാന്മാരുടെ പേരിലുള്ള മൗലിദ് ഓതണം, ചരിത്രങ്ങൾ പറയണം, അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, സ്വന്തം നിലനിൽപ്പിനല്ല, സ്വന്തം വിഷയത്തിനല്ല, നിന്റെ ദീനിന് വേണ്ടി പടയോട്ടം നടത്തേണ്ടി വന്ന ആ കുഞ്ഞാലി, അതുപോലെ മൈദീൻ, കുഞ്ഞിമരക്കാരെന്ന ഈ 3 രക്തസാക്ഷികളെ ദർജകൾ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ദർജകളെ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരെ ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടും നിന്റെ മഅദു ഫദ്ലു കൊണ്ടും അവർ രക്തസാക്ഷിത്വം വരിച്ച ഒരു ആദർശം, ആ ആദർശത്തിലാണ് ഞങ്ങളുള്ളത്. അതിൽ തന്നെ ഞങ്ങളെ നീ നിലനിർത്തണേ അല്ലാ. അതിന് തടസ്സമാകുന്ന വെറും ദുന്യാവി എന്ന സ്വവരുമായി നടക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആജിമാരെ ഹജ്ജ് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഒട്ടും വൈകാതെ ഒരു ഹജ്ജും ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും ഒട്ടും വൈകാതെ ഹജ്ജ് ചെയ്യാനും ഉംറ നിർവഹിക്കാനും നീ മഹത്തായ അനുഗ്രഹം നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ കൊച്ചു സന്ദേശം ഞാൻ നിർത്തുന്നു. ഈ സന്ദേശം കേട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്ന് നിങ്ങളെ ഫ്ളാറ്റിലോ നിങ്ങളെ റൂമിലോ നിങ്ങളെ വീട്ടിലോ വെച്ച് ഈ മഹാന്മാരുടെ മൗലിദ് ഓതിയാൽ അത് ഏറ്റവും നന്നാവും. നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഓൺലൈനിൽ തന്നെ, അല്ല നമ്മുടെ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ ഒമാനൂർ ശുഹദാക്കളെ മൗലിദ് എന്ന് അടിച്ചാൽ തന്നെ അറബിയിലുള്ള മൗലൂദ് കിട്ടും. അതുപോലെ മിക്ക മൗലൂദിന്റെ കിതാബിലും ഇത് വളരെ മനോഹരമായതുണ്ട്. ഇത് അബുദാബി SYS അവിടുത്തെ ജില്ലാ ചാപ്റ്റർ അച്ചടിച്ച മൗലൂദിന്റെ കിതാബാണ്. ഈ മൗലൂദിന്റെ കിതാബിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ ഒമാനൂർ ശ്രോതാക്കളെ മൗലിദ് ഇതിന്റെ 122-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അല്ലെങ്കിലും മൗലൂദ് കിതാബില്ലെങ്കിലും അതൊക്കെ ഗൂഗിളിൽ ലഭ്യമായതുകൊണ്ട് എന്റെ ഹബീബന്മാരെ, ആ മഹാന്മാരെ മൗലിദ് ഓതുകയും ആ മഹാന്മാരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്ത് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. റഹ്മാനായ റബ്ബ് ഒമാനൂർ ശ്രോതാക്കളെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവർ രക്തസാക്ഷിത്വം ചിന്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.